കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം എന്തിനാണ് സാക്ഷ്യങ്ങൾ പറയേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്താൽ, ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചാൽ, നാം എന്തിനു വേണ്ടി അത് പറയണം? വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനെ ചൊല്ലി പറയുന്നുണ്ട്. കർത്താവായ യേശു തന്നെ പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അതുപോലെ യേശു മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് തന്നെ നമുക്കറിയാം, സകല മഹത്വവും സകല സ്തുതിയും പുകഴ്ചയ്ക്കും യേശു യോഗ്യനാണെന്ന് ദൈവവചനം പറയുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത്, ദൈവം അത് ആഗ്രഹിക്കുന്നു. നമുക്ക് കിട്ടിയ നന്മ, ഉപകാരം, അതിന് നമ്മൾ നന്ദിയുള്ളവരാകണം. നമുക്കിപ്പോൾ പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യങ്ങൾ കാണുവാൻ പോകാം. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളും സൗഖ്യമാകും, രോഗികൾ സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും, അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷ്യങ്ങൾ കാണുവാൻ പോകാം. ഒരു അത്ഭുത സൗഖ്യമാണ്. ഇവിടെ ഒരു മുഴയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയതാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നു, ഈ മുഴ കാണാതായി, മുഴ സൗഖ്യം. സിസ്റ്ററെ, ഞാൻ ചോദിക്കട്ടെ, സിസ്റ്റർ റിപ്പോർട്ടുമായിട്ടാണോ വന്നേ? റിപ്പോർട്ടുണ്ട്. എന്നെ റിപ്പോർട്ടും കൊണ്ട് വരാൻ കാര്യം? റിപ്പോർട്ട് ഇവിടെ എനിക്ക് സൗഖ്യമാക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചു. ഇനി വന്നേ, ഇനി കയറി വരും. ഇത് അത്ഭുതമാണ്, ഇത് അത്ഭുതമാണ്. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിങ്ങൾ കേട്ടോ? പറഞ്ഞു കേട്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടോ? ഈ സൗകര്യം പറഞ്ഞ കാര്യം കേട്ടോ? ഞാൻ മുഴയുള്ള ആള് പരിശോധിച്ചതിൻ്റെ മുഴയുടെ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വന്നതെന്ന് പറയുമ്പം സൗഖ്യമാകുമ്പം കാണിക്കാനാണ്. അപ്പൊ അത്ര ഉറപ്പായിരുന്നോ? ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു മഴയായിരുന്നു, അതിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത്. അത് ഓരോ ദിവസം കഴിയുന്നവരും വളരും. ഇത്രയായി. എനിക്ക് പേടിച്ച ഞാൻ പോകാൻ. ഒരു ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട്, അത്യന്ത ഓപ്പറേഷനാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പേടിച്ച പോകാൻ. അതുമല്ല, കൂട്ടിനാരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൈ ഭയങ്കരമായിട്ടൊരു മരവിപ്പ് വന്ന് താഴോട്ട് ഇറങ്ങി. ഇപ്പോഴാ മുഴ കാണാനില്ല. ആ ബ്രദർ വന്നെൻ്റെ തലയിൽ പിടിച്ച് ഞാനങ്ങ് താഴെ വീണു. അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പം നോക്കിയിട്ട് കാണാനില്ല. മറ്റേ നല്ലപോലെ അറിയാവുന്ന വലിപ്പത്തിലാണ് അറിയാൻ പറ്റും. ഞാൻ എല്ലാവരെയും കാണിക്കും. അവരെല്ലാം പിടിച്ചൊക്കെ നോക്കും. എൻ്റെ വീട്ടിനടുത്ത സിസ്റ്റർമാരൊക്കെ പിടിച്ചൊക്കെ നോക്കിയിട്ട് പറയും, ദൈവം നിനക്ക് സൗഖ്യം തരുമെന്ന് പറയും. അപ്പൊ ഇന്ന് ഈ റിപ്പോർട്ടുമായിട്ട് വന്നത്, ഇവിടെ ഒരു സൗഖ്യം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ ഭർത്താവ് രാവിലെ പറഞ്ഞിട്ട് പോയി, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പോ എന്ന് പറഞ്ഞു. ഞാൻ എന്നും ടി വി കാണും ഇങ്ങനെ പ്രോഗ്രാം. അപ്പോഴാണ് കണ്ടത് ഇതുപോലെ കാട്ടാക്കട ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ രാവിലെ എല്ലാവർക്കും മുമ്പേ ഞാനിഞ്ഞ് പോകുന്നത്. സിസ്റ്റർ, ഇത് ഓപ്പറേഷത്തിന് വെച്ചിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. എന്നാ ഒടുവിൽ പോയത് ഒക്ടോബർ 2-ാം തീയതി പോയി, 3-ാം തീയതി ഓപ്പറേഷൻ വെച്ചിരിക്കുകയായിരുന്നു. ഇതിലെഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോയി ഓപ്പറേഷൻ ചെയ്തുമില്ല? ഇല്ല. പേടിച്ചിട്ട് പോയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഈ മുഴ പിന്നെ വളർന്നു വന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കല്ല് പിന്നെ ബ്ലീഡിങ് കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു. വേദന ഭയങ്കര വേദന. രാത്രി ആകുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര തടസ്സമായിട്ട് ഒന്നും കഴിച്ചാൽ ഇറങ്ങാനും പറ്റത്തില്ല. ഭയങ്കര വേദന ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ ഒന്ന് സ്പർശിച്ചു. എൻ്റെ കയ്യിൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു മരവിപ്പ് പോലെ വന്നിട്ട് ഇവിടെ വന്ന് അങ്ങ് അവസാനിച്ച്. എന്നിട്ട് ഞാൻ ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അങ്ങ് താഴെ ഇരിക്കുമായിരുന്നു. നോക്കിയപ്പം കാണാനില്ല. സിസ്റ്ററെ, ഒന്നുകൂടി ഡോക്ടറെ കണ്ട ഒരു സ്കാനിങ് കൂടെ എടുക്കണം. എടുക്കുക. സ്വോത്രം സ്വോത്രം. ഈ സിസ്റ്റർ മറ്റുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് വന്ന. തനിക്ക് സൗഖ്യമായിട്ടില്ല, നിങ്ങളും സൗഖ്യമാവുന്നല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ വിളിച്ചു, 2 ദിവസത്തേക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, തോമസ് കുട്ടി ബ്രദറിൻ്റെ ഒക്കെ മീറ്റിംഗ് ആണ്, വരണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തീർച്ചയായിട്ടും വരും. അങ്ങനെ അവൾ അച്ഛനെ കൊണ്ട് വന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, തോമസ് കുട്ടി ബ്രദർ അല്ല പ്രാർത്ഥിച്ചത്. ഈ സഹോദരി തന്നെ കൈ ഉയർത്തി യേശുവെ എന്ന് വിളിച്ചു. യേശു തൊട്ടു.
അത്രേ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ സൗഖ്യത്തിൻ്റെ ഒരു മൈലേജും വേണ്ട. ഇത് തെളിയിക്കുന്ന ഒരേ ഒരു കാര്യം, യേശു ജീവിക്കുന്നു. ആര് വിളിച്ചാലും പ്രവർത്തിക്കും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന് തെളിയിച്ചല്ലോ. കർത്താവേ, യേശുവേ നന്ദി. ഈ സൗഖ്യമൊക്കെ നടക്കുമ്പോൾ ചിലരിങ്ങനെ ശരിയാണോ നോക്കിയിരിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ സൗഖ്യവും നടക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഗൗരവമാകണം, മാനസാന്തരപ്പെടണം. ഇത് കളിയല്ല. ഈ ചെയ്തവൻ രാജാവായി വരും. അവൻ രാജാവായി വരും. ലോകത്തിലെ സകല രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ വരും. ഞാനും നിങ്ങളും അവൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഈ സൗഖ്യം വിളിച്ചറിയിക്കുന്നത് അതുകൂടെയാണ്. ഈ സൗഖ്യം കാണുമ്പോൾ നമുക്കൊന്നുകൂടെ മാനസാന്തരപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ബ്രദറിന് ആദ്യം സ്റ്റാർട്ടിങ് പെടലിക്ക് ഒരു വേദനയായിട്ട് തുടങ്ങിയതായിരുന്നു. എത്ര നാളായി ബ്രദറെ? 2 കൊല്ലമായി. പിന്നെ തലയൊക്കെ ഇങ്ങനെ പഴുത്തൊലിക്കുമായിരുന്നു തലേൻ്റെ പുറത്തുനിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കയ്യിലെ എല്ലാ നഖങ്ങളും അങ്ങ് പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും അത് വരും. അത് ഇങ്ങനെ നഖങ്ങൾ പൊഴിഞ്ഞു പോകും. ഇതെന്താ സുഖമാ? അലർജി എന്നാണ് പറഞ്ഞ ഡോക്ടർ. അലർജി എന്ന് പറഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ ആശുപത്രിയിൽ നിന്നൊക്കെ അത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് പിന്നെ തീരെ വേദന, കൈ മടക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ പരിപൂർണമായിട്ട് കൈ മടക്കാനും നൂർക്കാനും ഒക്കെ കഴിയും. ഇവിടെ വരുമ്പോൾ കൈ മടക്കാൻ ഇല്ല ഇല്ല ഇല്ല, വേദന ഒന്നും ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റൂല. ബ്രദർ തന്നെയാണോ പ്രാർത്ഥിച്ചത്? അതെ, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കൂടെ വേറൊരാളും കൂടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം? അപ്പൊ എനിക്കൊരു കൈക്കും കാലിനൊക്കെ നല്ലൊരു തണുപ്പ് പോലെ തോന്നി. ഇപ്പൊ കൈ മടങ്ങുന്നുണ്ട്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സൗകര്യം ഇങ്ങനെയാ പറഞ്ഞത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. അതുമൂലം പെടലി തിരിക്കാനൊന്നും പറ്റത്തില്ല. എന്തായിരുന്നു സിസ്റ്ററെ? 2 സൈഡും തോള് വേദനയും ഈ സൈഡ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് വേദനയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തൈലമൊക്കെ ഇട്ട് മരുന്നൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് നല്ല സൗഖ്യമായി. പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായേ? പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിപ്പോൾ കൈയെല്ലാം നല്ല ഉയർത്താം, എല്ലാം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ 2008 സാഫ് ഓഡിറ്റോറിയത്തിൽ അങ്കിളിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. അന്ന് വരെ എനിക്ക് 6 വർഷം ഉണ്ടായിരുന്ന രാത്രിയാവുമ്പം ഒരു ചുമ, ശ്വാസം കിട്ടാതെ വരും. എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് സാഫ് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് അങ്കിള് പ്രാർത്ഥിച്ചപ്പം ഞാൻ അപ്പോഴും വിഴുന്ന് ഉറങ്ങിപ്പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. രാത്രി ചുമക്കുക? രാത്രി 4 മണിക്കൂർ ചുമയ്ക്കും. ചികിത്സ വല്ലതും ചെയ്തായിരുന്നു? ആശുപത്രിയിലൊക്കെ കാണിച്ച് മരുന്നെല്ലാം കഴിച്ച്, എന്നിട്ടും കുറയൂല അത്. എൻ്റെ അമ്മ അവിടെ വന്നിരിപ്പുണ്ട്, അത് പറയാം. അമ്മ എന്ത് പുറകിലുണ്ട്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ചുള്ളിമാനൊരു സോഫ് ഓഡിറ്റോറിയത്തിൽ ഭയങ്കര ചുമയായിരുന്നു. എന്ന് ഡോക്ടറെ കാണിക്കാൻ പോകും. ഒരാഴ്ച 4 ദിവസമെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഇസ്നോഫീലിയ എന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുമയെ പറ്റി എൻ്റെ മോൻ പറഞ്ഞ്, ക്ഷമ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് അടുത്ത് ചെന്ന് സ്റ്റേജിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ മരിച്ചു പോയോ എന്തോന്ന് എൻ്റെ മനസ്സ്. വിളിച്ചപ്പം വിളിയും കേൾക്കൂല. അവിടെ തന്നെ 1 മണിക്കൂർ ഇരുന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ്, മക്കളെ നീ സമാധാനപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ ഉറങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് എൻ്റെ മോനെ ആ സ്റ്റേജിലോട്ട് കൊണ്ടുപോയ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മനസ്സും എൻ്റെ മോൻ മരിച്ചു പോയോ എന്തോ, എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്ന് പറഞ്ഞ്, അമ്മച്ചി എനിക്ക് ഇവിടെ എന്തരാ പോലെ ആയി. അപ്പോഴും ഞാൻ പറഞ്ഞു, മക്കളെ യേശു തൊട്ടായിരിക്കും, യേശു തൊട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് കൊച്ചുനാളിൽ ഒരു ദിവസം പശുവിന് പുല്ല് പറിക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഞാനും എൻ്റെ മോന് യേശുവേ എന്ന് പറഞ്ഞ് എണീച്ചു. പ്രാർത്ഥിച്ചപ്പോൾ തൊണ്ടയിൽ അനുഭവിച്ചു. 4 മണിക്കൂർ ചുമയ്ക്കും, ശ്വാസം കിട്ടൂല. രാത്രിയാവുമ്പോൾ കരയും. ഞാൻ ഭയങ്കര കരച്ചില്ല, വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പോൾ ഇവന് ശ്വാസം കിട്ടൂല. ഞാൻ ഇങ്ങനെ നെഞ്ചിലിട്ട് എപ്പോഴും അടിക്കുമായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും ചുമ വരും. അപ്പോഴും ഒക്കെ ഞാൻ കൂടെ പോയി ഇങ്ങനെ നെഞ്ചിൽ അടിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് വരെ ചുമയില്ല, യേശു എടുത്ത് മാറ്റി. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. എന്റെ സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. 12 വർഷമായി ഷുഗർ രോഗമായിരുന്നു. ഷുഗർ 480-500 ലെവലിലായിരുന്നു ഷുഗർ നിന്ന്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ്. ആ സമയത്ത് തന്നെ
ഷുഗർ സൗഖ്യമായി. ആ സമയത്ത് തന്നെ ഈ 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ആർത്രൈറ്റീസ് വന്നു. ശരീരം മുഴുവനും തളർന്നു പോകുന്ന പോലെ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇന്നേക്ക് 1 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ ഈ സിസ്റ്ററിനെ ഒരു കാറെ കൊണ്ടുവരുമായിരുന്നു. മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് ഒരു കാറെ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ മീറ്റിങ്ങിന് വന്നു. അങ്ങനെ മീറ്റിങ്ങിന് വന്ന 3-ാമത്തെ ആഴ്ച അന്ന് തന്നെ ശരീരത്തിൽ തിരിച്ചറിയാവുന്ന മാറ്റമൊന്നും കണ്ടില്ല. എന്നാൽ 3-ാമത്തെ ആഴ്ച തന്നെ ശരീരത്തിൽ മാറ്റം സംഭവിച്ചു. കർത്താവ് അത്ഭുതമായി സൗഖ്യമാക്കി. ഷുഗർ ലെവൽ കൂടിയതുകൊണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ചയെ മടക്കി കൊടുത്തു. ഇന്ന് പരിപൂർണ്ണ സൗഖ്യമായി. താങ്ക് യു ജീസസ്. പറഞ്ഞ സിസ്റ്റർ, എത്ര വർഷം ഇതുണ്ടായിരുന്നു? 12 വർഷം കൊണ്ട് എനിക്ക് ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. ആദ്യമൊക്കെ കുറച്ചായിരുന്നു. പിന്നീട് 480-500 വരെ ആയിരുന്നു. അപ്പോഴതിൽ തന്നെ എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയും നഷ്ടപ്പെട്ട്. ഏത് കണ്ണിന്? ഈ ഇടത്തെ കണ്ണിന് കാഴ്ച നല്ലായിരുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അത് പൂർണ്ണ സൗഖ്യം ആവാതെ അതിനുശേഷം ഈ ഒരു കാലും ഒരു കൈക്കും ഈ കൈ സ്തംഭിതം പോലെയായി. കാല് വലിച്ചഴിച്ച് 2 വരെ സഹായം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുള്ളായിരുന്നു. 15 ദിവസം ആശുപത്രിയിൽ കിടന്നു. അപ്പോഴവർ പറഞ്ഞ് എന്ന് വീട്ടിൽ പോകണോ, ഒരു ദിവസം പോലും ഗുളിക മുടങ്ങാൻ പാടില്ല. ഗുളിക മുടങ്ങിയ കിടന്നിരിക്കും. ആ അവസ്ഥയിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ മരണത്തിന് വരെ കരുതിയതായിരുന്നു. ആത്മഹത്യ വരെ കരുതി. കാരണം ദിവസവും ആശുപത്രി ചിലവിനുള്ളത് നമുക്ക് കൈവശം കിട്ടുകയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നമ്മളെ ദീപ സിസ്റ്റർ എന്നെ വന്ന് വിളിച്ച് ഇങ്ങനൊരു ഇതുണ്ട്, അതിൽ വന്നാൽ മതി. ആർത്രൈറ്റിസ് കാരണമാണ് ഒരു കൈ ഫുള്ളായിട്ട് ഒരു കാല്. അപ്പോൾ 2 പേര് 2 സൈഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ എനിക്ക് ഒരിടത്ത് നിൽക്കാനോ ഇരിക്കാനോ പറ്റുള്ളായിരുന്നുള്ളൂ. വീട്ടിൽ മക്കളും ഇവിടെ ഈ ദീപ സിസ്റ്ററും ലീന സിസ്റ്ററും കൂടെയാണ് പിടിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. ആദ്യത്തെ ഒരാഴ്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു. ഷുഗർ കൂടിയപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്ര നാളായിരുന്നു ഇത് വന്നിട്ട്? ആർത്രൈറ്റിസിൻ്റെ കണ്ടതിന് ശേഷം 6 മാസം ആയപ്പോഴാണ് ഇങ്ങനെ വന്നത്. ശരിക്കും കൂടിപ്പോയെന്ന് പറഞ്ഞായിരുന്നു. കിഡ്നിക്ക് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ അപ്പോഴാണ് ഈ ആദ്യത്തെ 2 ആഴ്ച, ആദ്യം ഒരാഴ്ച വന്ന് ഭയങ്കര കൂടുതലായി. പിറ്റേ ആഴ്ചയപ്പം അപ്പോഴെല്ലാവരും പറഞ്ഞ് പോകണ്ട, സൗഖ്യമാവൂല, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നടത്തിയതാണ്, എന്നിട്ട് പറ്റില്ല, കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 3-ൻ്റെ അന്ന് കട്ടിലിൽ നിന്ന് ആരെയും സഹായമില്ലാതെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് പോയി. 3-ാമത്തെ ദിവസം ആരെയും സഹായമില്ലാതെ ഞാൻ കട്ടിലിൽ നിന്ന് സ്വന്തമായിട്ട് അഴിച്ച് കയ്യും കാലും എല്ലാം കുടഞ്ഞഴിച്ച്. 3-ാമത്തെ ആഴ്ച ഇവിടെ ആരെയും സഹായമില്ലാതെ ബസ്സിന് കയറി ഞാൻ അവിടെ തിരുവനന്തപുരത്ത് വന്ന് കിഴക്കേക്കോട്ട വരികയും ചെയ്ത്. അതിനുശേഷം അത് പ്രാർത്ഥിച്ച സമയത്ത് അപ്പോഴും പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. പിന്നീട് ഇവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ വിശ്വാസം ഇല്ലായിരുന്നു. അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മനസ്സിന് വിശ്വാസം സൗഖ്യമായത്. അതിനുശേഷമാണ് കണ്ണിൻ്റെ കാഴ്ച. അതിനുശേഷം ഇതേപോലെ പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസം പ്രാർത്ഥിച്ചപ്പം കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടി. മറ്റേ കണ്ണിൻ്റെ കാഴ്ചയും കറക്റ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. 1 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ രാവിലെ 30, വൈകിട്ട് 30, ഉച്ചയ്ക്ക് 20 എന്ന ലെവലിൽ ഞാൻ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1 വർഷം കൊണ്ട് ഒരു ഗുളികയോ ഒരു ഇഞ്ചക്ഷനോ ഒരു അസുഖത്തിന് ഞാൻ ഇതേവരെ ഒരാവശ്യത്തിനും എടുത്തിട്ടില്ല. ഷുഗർ 90 ആയിരുന്നു. 90 ചെക്ക് ചെയ്തു. ഇതിന്റെയൊക്കെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ല. വീട്ടിലുണ്ട്. കാരണം എല്ലാവരും ചോദിച്ചാൽ കാണിക്കണം. ഇല്ല, അത് എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവരുടെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യുക. അപ്പം എന്തിനായി സാക്ഷ്യം പറയുന്നത്? സാക്ഷ്യം പറഞ്ഞത് ഞാൻ കർത്താവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. കർത്താവിൽ അറിഞ്ഞതിന് ശേഷം എൻ്റെ മരണത്തിൽ നിന്ന് ഞാൻ സ്വയം രക്ഷപ്പെട്ടു. അതൊന്ന് എൻ്റെ സാക്ഷ്യം കേട്ട് മറ്റുള്ളവർ കൂടി യേശുക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി അക്കാരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ബ്രദറെ, ഇതും ക്യാൻസർ സൗഖ്യം, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ട്രീറ്റ്മെന്റിന് പോയപ്പോൾ റേഡിയേഷൻ ചെയ്യാനായിട്ട് 3 തവണ കയറ്റി. പക്ഷേ 3 തവണയും റേഡിയേഷൻ ചെയ്യാൻ പറ്റിയില്ല. പോകുന്നതിന് മുമ്പ് ബ്രദർമാർ പ്രാർത്ഥിച്ചാൽ വിട്ടത്. കർത്താവ് അത്ഭുതം ചെയ്യുന്നൊക്കെ പറഞ്ഞു വിട്ടു. പൂർണ്ണ സൗഖ്യമായി. സിസ്റ്റർ, എന്നാ ഇത്? ബ്രസ്റ്റിലായിരുന്നു. എന്നുണ്ടായതാ? ഇതിപ്പോ 1.5 വർഷം കഴിഞ്ഞ്. 1.5 വർഷം കഴിഞ്ഞ് റേഡിയേഷൻ എന്നെ റൂമിൽ കയറ്റിയായിരുന്നു. ബ്രസ്റ്റിൽ മുഴയായിരുന്നു. മുഴയായിരുന്നു. അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയോ? അറിഞ്ഞു. അങ്ങനെ ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഏത് ഹോസ്പിറ്റലില്? മെഡിക്കൽ കോളേജില്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു സ്വർഗീയ വിരുന്നിൻ്റെ നമ്മളെ രാജേഷ് ബ്രദർ
ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി അതെന്നെ വിളിച്ചു, ഇതിലേക്ക് വാ, നിനക്ക് യേശു സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലേക്ക് പോയി. അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ തുടരെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ രാജേഷ് ബ്രദർ ഞാൻ ഇങ്ങനെ അസുഖത്തെ കാര്യം പറഞ്ഞ് എനിക്കിനി കീമ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജേഷ് ബ്രദർ പറഞ്ഞു, യേശു നിങ്ങൾക്ക് സൗഖ്യം തന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി അവിടെ ഏതായാലും ഒരു കുഴപ്പമില്ല, കീമ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ചെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ്, എന്തെങ്കിലും വന്നോ ഡോക്ടർ കയ്യേക്കില്ല, അതുകൊണ്ട് നീ പോയി എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ചാഞ്ചാട്ടമാണ്. കാരണം ഞാൻ യേശുവിനെ എത്രയ്ക്കും വലിയ ബലമായിട്ട് അറിയില്ലാത്തിരുന്നു. അങ്ങനെ കീമ എടുക്കാൻ പോയി. കീമ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷൻ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പം ബ്രദറിൻ്റെ കൂടെ പറയുകയാണ്. അപ്പം ബ്രദർ പറഞ്ഞു, യേശു പൂർണ്ണ സൗഖ്യം തന്നു കഴിഞ്ഞ് സിസ്റ്ററെ, ഇനി സിസ്റ്റർ ഏതായാലും ഒരു കുഴപ്പം അവിടെ ഇല്ല, അസുഖം ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ചെന്ന് പറഞ്ഞു, ഇത് എന്നെ പറഞ്ഞ് എന്തെങ്കിലും വന്നാൽ ഡോക്ടർ കൈകൾ പോയി എടുക്കണം. വീണ്ടും പോയി. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചാണ് പോയത്. അവിടെ ചെന്ന് റേഡിയേഷൻ റൂമിൽ കയറ്റി ഇത് കണ്ടപ്പം തന്നെ ഞാൻ ആകെ വിറച്ച്. അപ്പോഴെന്നെ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചവിടെ കരയായിരുന്നു, എന്നെ ഇതിലൊന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, എന്തായിരുന്നാലും ഇന്ന് വേണ്ട, നാളെ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച പോയി. അങ്ങനെ 3 ദിവസം ഞാൻ ഈ റൂമിൽ കയറി ഇറങ്ങും അങ്ങനെ വന്നു. 4ൻ്റെ അന്ന് നിന്നപ്പം പറഞ്ഞു, നിങ്ങൾ റേഡിയേഷൻ കീമ എടുത്ത ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു, കണ്ടിട്ട് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറാണ് എനിക്ക് റേഡിയേഷൻ എഴുതി വിട്ടത്. അപ്പോൾ ആ ഡോക്ടറെ പോയി കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു, എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ശോഭന ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ചെന്ന് സ്കാൻ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. സ്കാനിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് റേഡിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ ചെന്ന് സ്കാൻ ചെയ്തു, CD ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വാങ്ങാൻ പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്നു. അപ്പോൾ കീമോ എടുക്കുന്ന റേഡിയേഷൻ്റെ ഡോക്ടറെ ഇപ്പോൾ ഞാൻ കണ്ടു, സാർ എൻ്റെ റിപ്പോർട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അത് നോക്കി പറഞ്ഞു, ശോഭന ഒരു കുഴപ്പമില്ല, പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, സ്കാൻ ചെയ്തപ്പോൾ ഏതൊരു കുഴപ്പമില്ല, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തോമസ് ഈ സിസ്റ്ററിന് 2 സൗഖ്യം എന്ന് കർത്താവ് കൊടുത്ത് ഇന്നിവിടെ വരുമ്പോൾ ഷോൾഡറിന് വളരെ വേദനയായിട്ട് ഇവിടെ വന്നേ. ഞാൻ 2 സൈഡും വീണതാണ്. എനിക്ക് കൈയടിച്ച് പാടാനോ ഒന്നും പറ്റില്ല, തരിപ്പും വേദനയും. അതിപ്പോൾ എനിക്ക് നല്ല ഫ്രീ ആയി കൈയടിക്കാനും പാടാനും പറ്റും. പിന്നെ കാലിൽ ഒരു തടുപ്പ് ഇങ്ങനെ ചുറ്റും വന്നിട്ട് ഇവിടെ വരുന്നത് വരെ ഉളച്ചിൽ പഴുക്കാനുള്ള ഒരു ആരംഭമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഉളച്ചിലുമില്ല, വേദനയുമില്ല, അതും സൗഖ്യമായി. 2 സൗഖ്യങ്ങൾ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എന്തായിരുന്നു പ്രയാസം? 5ാം ക്ലാസ് തൊട്ട് എനിക്ക് കൈ ഇത് ആരാധിക്കുമ്പോഴും ഹല്ലേലൂയ പറയുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഇവിടെ തൊട്ട് ഇതുവരെ. ഇപ്പം ഇല്ല. ഇപ്പം എന്താ സംഭവിച്ചേ? ഞാൻ ബാക്കിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൈ ഭയങ്കര ബാക്കിൽ നിന്ന് ഒരു ആൻറ്റി എൻ്റെ കൈ തൊട്ട് പ്രാർത്ഥിച്ചു, അപ്പോൾ അത് മാറി സൗഖ്യമായി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ളതായി ഈ വേദന പൂർണ്ണ സൗഖ്യമായി, ഒരു കുഴപ്പമില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നെഞ്ചുവേദന ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് കാട്ടാക്കടയുള്ള ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യം. എത്ര നാളായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു? കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്നു. കുറേ വർഷം മുമ്പ് തൊട്ടുള്ള നെഞ്ചുവേദനയാണ്. മിനിഞ്ഞാന്ന് ഇവിടെ നടന്ന നമ്മുടെ പ്രാർത്ഥനയിൽ സൗഖ്യമായി. എനിക്ക് അത് കഴിഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ സഹോദരിയുടെ അമ്മയായത്, അമ്മയ്ക്ക് 3.5 വർഷമായ തലവേദനയായിരുന്നു. ഇവിടെ വരുമ്പോഴും തലവേദന ഉണ്ടായിരുന്നു. ഇന്നെന്താ സംഭവിച്ചേ? തലവേദനയായിട്ട് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി എണീറ്റിന്ന് ബ്രദർ പ്രാർത്ഥിക്കുന്ന നേരം ആ സ്പോട്ടിൽ അത്ഭുതമായിട്ട് ആ തലവേദന മാറി. ഇപ്പം മാറിയ കാര്യമാണ് പറയുന്നത്. ഇപ്പം ആ പ്രാർത്ഥന സമയത്ത് 3.5 വർഷമായി, 3 വർഷത്തിലധികമായി അത്ഭുത വിടുതലായി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ ബ്രദറിന് ഇവിടെ വരുമ്പോൾ തലയുടെ ഇവിടെ തൊട്ട് മുഴുവൻ വേദനയായിരുന്നു. എത്ര നാളായിട്ട് ബ്രദർ? 1.5 മാസം വരും. എന്തോ പറ്റിയതാ? എനിക്ക് രാത്രി കിടന്നിട്ട് ഇഴിക്കുമ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തലവേദന ഇങ്ങനെ വന്ന് ഈ 2 ഭാഗം ഇതുവരെ വേദനയായിരുന്നു. ഇന്ന് ഇപ്പോഴത്തെ സൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണമായി സൗഖ്യം. പൂർണ്ണ സൗഖ്യം. ഇവിടെ വരുമ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കഴിക്കുമ്പോഴും വേദന ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടുത്തെ സൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണം. പ്രാർത്ഥിച്ച സമയത്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടായി? പ്രാർത്ഥന എർത്ത് പോലെ ഒരു സെക്കൻഡ് ഒരു എർത്ത് പോലെ വന്ന് എർത്തടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. കർത്താവ് തൊട്ടതാ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, 6 മാസത്തിന് മുമ്പ് എനിക്ക് ഇടത് കൈയുടെ ജോയിൻസ് വളരെ പെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ മടിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അത് അപ്പോഴും സുഖം കിട്ടിയില്ല. എന്നാലും ആൾക്കാരൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണേണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? ബുദ്ധിമുട്ട്, ഞാൻ TV മെക്കാനിക്കലാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി TV സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ കൈ കൊണ്ട്
അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴങ്ങ് മറഞ്ഞു പോകും. അങ്ങനെ വളരെ നിരാശയായിരുന്നു. ഈ തൊഴിലിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ബാധിച്ചുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു വിദഗ്ധ ഡോക്ടേഴ്സിനെ കണ്ടു. അദ്ദേഹം 1 മാസം കഴിക്കാനായിട്ടുള്ള ടാബ്ലറ്റ് തന്നു. പക്ഷേ അത് കഴിച്ച് തീർന്നതും വീണ്ടും പെയിനായി. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ഇനി വേറെ ഡോക്ടേഴ്സിനെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് യേശു സൗഖ്യം തരും. സ്വർഗീയ വിരുന്നിൻ്റെ ആരാധന 28-ാം തീയതി ഇവിടെ ഉണ്ട്. അന്ന് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അതെ, വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ആൾക്കാരോട് പറഞ്ഞ് എൻ്റെ ഫോണിൽ നിശ്ചലമായിരിക്കും, 3 മണി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാവും, സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെന്ത് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ഞാനിന്ന് എനിക്ക് വേദന മാറാൻ കരുതി 1 ദിവസം മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വരികയാണെന്ന്. അതെ, യേശു സൗഖ്യം തന്നു. ഇപ്പൊ സൗഖ്യം തന്നു. യേശു പരിപൂർണമായി സൗഖ്യം തന്നു. ഞാൻ അനേകരോട് പറയുകയും ചെയ്തു ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ വിടുതലാണെന്ന്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇല്ല. എന്താ സംഭവിച്ച പ്രാർത്ഥിച്ചപ്പം? ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതെ, അതോടെ സൗഖ്യമായി. മാർച്ച് 29 എനിക്കൊരു ആക്സിഡന്റ് പറ്റിയാണ്. ഒരു കാർ ഇടിച്ചതാണ്. അന്ന് ഹിപ്പിന് പൊട്ടലുണ്ടായിരുന്നു. അതിനുശേഷം 1 മാസത്തോളം കാലിൽ വെയിറ്റ് ഇട്ട് വീട്ടിൽ കിടന്ന്. പിന്നീട് ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ട് 2-3 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നടക്കുന്നത് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരണ വരെ ഞാൻ വേദന എടുത്ത് നടന്നാണ് വന്നത്. ബസ്സിലാണെങ്കിൽ തന്നെ നിൽക്കാനൊന്നും അധികം നേരം പറ്റൂലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഇവിടെ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ ഇവിടെ നിൽക്കാൻ, എനിക്ക് ഇത്രയും നേരം ഇവിടെ നിൽക്കാനുള്ള ബലം എനിക്ക് നൽകിയത് കർത്താവ്. ആക്സിഡന്റ് അതിൽ കൂടെ തന്നെ തലയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നു. തലയ്ക്ക് ഒരു ഇടിവ് പറ്റി. അപ്പോഴത്തേക്ക് തല ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇപ്പം ഡോക്ടർ പറഞ്ഞിരിക്കണം അടുത്ത മാസം ആശുപത്രി ചെല്ലണമെന്ന് പറയും ചെക്കപ്പിന്. എനിക്ക് ഇതുവരെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോഴും കാലും തലയും നല്ല വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തലേന്നും കാലിൽ നിന്നും എൻ്റെ വേദന മാറി. കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, ഈ സിസ്റ്ററിനാണെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു. ഇന്നിപ്പോ സൗഖ്യമായതാണോ? അല്ലല്ല, TV പ്രോഗ്രാം കണ്ട് സൗഖ്യമായത്. അപ്പൊ ഛർദിക്ക് വരെ, ചോര വരെ ഛർദിക്ക് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ TV പ്രോഗ്രാം കണ്ട് പ്രശ്നമുണ്ട്. 15 വർഷം. 15 വർഷമായിട്ട് എനിക്ക് ഹാർട്ടിൻ്റെ അസുഖത്താലും ഞാൻ ഇതുപോലെ രക്തഛർദിക്കുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ 17ാമത്തെ വാർഡിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പലവിധമായ കഷ്ടതയിൽ കൂടെ ഞാൻ വലഞ്ഞു. അപ്പോഴും ഇതുപോലെ TV കൂടെ ഞങ്ങൾ ഇതിൽ കൂടെ ഈ പ്രോഗ്രാം കാണുമായിരുന്നു. അപ്പോഴും പാസ്റ്റർ പറഞ്ഞു രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാനും പിതാവേ നീ എനിക്ക് രോഗസൗഖ്യം തന്നല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എന്നെ ഡോക്ടർ എല്ലാം കൈവിട്ട് എന്നെ നീ കൈവിടാതെ വേണം എന്നെ കാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പാസ്റ്റർ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വരെയും എനിക്ക് ആ രോഗം വന്നിട്ടുമില്ല, ഗുളിക കഴിച്ചിട്ടുമില്ല. എനിക്ക് പരിപൂർണ്ണ രോഗസൗഖ്യം തന്നു എൻ്റെ ദൈവം. 2-3 വർഷമായി സൗഖ്യമായിട്ട്. പക്ഷേ എനിക്ക് TV കൂടെ പക്ഷേ ദൈവവചനം ഇതുപോലെ പറയാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇപ്പം നേരിട്ട് കണ്ട് എൻ്റെ ദൈവം മകനെ കണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വന്നതാണ്. 3 കൊല്ലമായി 3 വർഷമായി. ആർക്ക് നിഷേധിക്കാൻ പറ്റും ഈ സാക്ഷ്യങ്ങള്? കൊണ്ടവനെ രക്തഛർദിക്കുമായിരുന്നു, കട്ടകെട്ടായിട്ട്. നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു. നെഞ്ച് വേദനയായിട്ട്. ഇപ്പൊ അതൊന്നുമില്ല. ഒന്നുമില്ല, കറക്റ്റായിട്ട് മാറി. എൻ്റെ ദൈവം ഈ സൗഖ്യം തന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ, അവൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് കണ്ട സാക്ഷ്യങ്ങൾ പോലെ ഇന്ന് ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. തകർച്ചകൾ മാറും, ശാപങ്ങൾ മാറും, ഭവനങ്ങളിൽ സമാധാനം വരാൻ പോവുക. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ച് ആ യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിനോട് നമുക്കൊന്ന് ചോദിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളുണ്ട്, ഹൃദയം തകർന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്, ശാപം മൂലം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ എന്നെ കേൾക്കുന്നല്ലോ. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലായ്മ മാറിപ്പോകട്ടെ, സമാധാനമായ ശാന്തമായ ഉറക്കം അവർക്ക് നൽകണമേ. കർത്താവിൻ്റെ വലിയ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവെ, അതുകൂടാതെ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ശരീരത്തിലെ വേദനകൾ വിട്ടുമാറട്ടെ, ആ പനി വിട്ടുമാറാത്ത പനി, തലവേദന ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ തലവേദനയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. കൂടാതെ വയറ്റിലെ ആ ഡൈജസ്റ്റീവ് ഡിസോർഡർ അത് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ.
പൈൽസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അൾസർ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച തകരാറുകൾ മാറിപ്പോകട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ. കാഴ്ച പുനഃസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവെ. എല്ലാം എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമ മഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്ക്, നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു. ഈ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും സൗഖ്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിപ്പാൻ ഒട്ടും മടിക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. बहते हुए खून की धार, ओ मसीह तू